വടകരയിൽ UDF പൊതുയോഗത്തിൽ കെ ശൈലജ ടീച്ചറെയും മഞ്ജു വാര്യരെയും അപമാനിച്ച് അവഹേളിച്ച് പ്രസംഗിച്ച KS ഹരിഹരൻ. ആ KS ഹരിഹരൻ്റെ വീടിന് മുന്നിൽ ബോംബ് പൊട്ടി. വലിയ വാർത്തയായിരുന്നു തലേ ദിവസം. ബോംബല്ല, അത് ഏറുപടക്കമാണ് എന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ ബോംബ് പൊട്ടി വീടിന് നേരെ ബോംബാക്രമണം എന്ന രൂപത്തിലാണ് മാധ്യമങ്ങൾ എല്ലാവരും വാർത്ത നൽകിയത്. ആ സമയത്ത് KS ഹരിഹരൻ്റെ വീടിന് മുന്നിൽ ഒരു ഏറുപടക്കം പൊട്ടണമെങ്കിൽ അത് ആരുടെ താല്പര്യമാണ്? KS ഹരിഹരനും RMPയും UDFും നാണം കെട്ടി നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് ആ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടിയേ തീരൂ എന്ന് തീരുമാനിക്കുന്നതാരാണ്? അവിടെ ഒരു ഏറുപടക്കം എറിഞ്ഞത് കൊണ്ട് LDFന് കിട്ടുന്ന ഗുണമെന്താണ്? LDFന് അത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. കാരണം എല്ലാവരും പിന്നീട് ഈ ബോംബാക്രമണത്തിന് പിറകിലേക്ക് നീങ്ങും. വീടാക്രമിച്ചു, KS ഹരിഹരൻ്റെ വീടാക്രമിച്ചു, CPMൻ്റെ ഫാസിസമാണ് എന്ന രീതിയിലേക്ക് നീങ്ങും. അത് തന്നെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ ഗുണം ലഭിക്കുന്ന ആർക്കാണ്? ആ ഗുണം ലഭിക്കുന്നത് RMPക്കാണ്, ഗുണം ലഭിക്കുന്നത് UDFനാണ്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ഏറുപടക്കം എറിഞ്ഞിരിക്കുക? ഈ സംശയം ഏറുപടക്കം പൊട്ടിയ ആ സമയം തന്നെ ഉയർന്നു വന്നിരുന്നു. ആരാണ് ഇതിന് പിറകിൽ എന്ന് രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ എല്ലാവർക്കും പറയാൻ കഴിയും. ആരാണ് ഇത് ആസൂത്രണം ചെയ്തത് എന്നും പറയാൻ കഴിയും. തുടർന്ന് KK രമ എല്ലാ മാധ്യമങ്ങളിലേക്ക് വിളിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തത് നാം കേട്ടതാണ്. ബോംബ് ആക്രമണം നടത്തിയിരിക്കുന്നു, ഇതാ CPMൻ്റെ ഫാസിസമാണ് നടപ്പാകുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒച്ചത്തിൽ സംസാരിച്ച KK രമയും നാം കണ്ടിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ രൂപത്തിൽ വ്യാഖ്യാനിച്ചാലും എന്ത് ആരോപണം ഉന്നയിച്ചാലും സംശയം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വലിയ ചർച്ചയായി വന്നിട്ടുണ്ട്. PV അൻവർ ഇത് സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് KK രമയ്ക്ക് നൽകുന്നുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അതിങ്ങനെയാണ്: സ്വന്തം വീട് സ്വയം കത്തിച്ചിട്ട് അത് CPMൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയ ഒരു MLA ഉണ്ടായിരുന്നു മുൻപ് കേരള നിയമസഭയിൽ. ഇന്ന് അദ്ദേഹം ex-MLA ആണ്. ആറ്റം ബോംബിട്ട കഥ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ച തിരക്കഥാകൃത്തുക്കളെ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ആറ്റം ബോംബ് ഇട്ട കഥ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ച തിരക്കഥാകൃത്തുക്കളെ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ഇതാണ് PV അൻവറുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു മുന്നറിയിപ്പാണ് KK രമയ്ക്ക് എന്ന കാര്യം സംശയമേയില്ല. ആരാണ് PV അൻവർ പറഞ്ഞ ex-MLA? അത് മറ്റാരുമല്ല, നെയ്യാറ്റിൻകരയിലെ MLA ആയിരുന്ന ശെൽവരാജാണ്. ശെൽവരാജ് CPIM നേതാവായിരുന്നു, CPIMൻ്റെ MLA ആയിരുന്നു. ഒരു സുപ്രഭാതത്തിൽ MLA സ്ഥാനം രാജിവെച്ച് UDFനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം ചേർന്ന വ്യക്തി. അദ്ദേഹം പിന്നീട് മത്സരിക്കുകയും കോൺഗ്രസ് ടിക്കറ്റ് ജയിക്കുകയും ഒക്കെ ചെയ്തു. ആ ജയിച്ച സാഹചര്യമുണ്ട്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവും ബന്ധപ്പെട്ട് VS നടത്തിയ സമരവും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ ശെൽവരാജ്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശെൽവരാജ് ജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ശെൽവരാജ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ സ്വന്തം വീടിൽ തീ വെച്ചു. വീടിനല്ല, വീടിന് പുറത്തുള്ള ഒരു ചെറിയ കെട്ടിടം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ കെട്ടിടം. ആ കെട്ടിടത്തിൽ തീ വെക്കുകയും അത് CPM നേതാക്കളാണ്, CPM പ്രവർത്തകരാണ് എന്ന് ആരോപിക്കുകയും വലിയ വാർത്തകളൊക്കെ അന്ന് വരികയും ചെയ്തിരുന്നു. പിന്നീട് പോലീസ് അന്വേഷണത്തിലാണ് കണ്ടെത്തിയത് തീ വെച്ചത് ശെൽവരാജ് തന്നെയാണ് എന്നും. അത് പിന്നീട് വലിയ വാർത്തയായി വന്നിട്ടില്ല, സ്വാഭാവികമാണ്. നേരത്തെ വന്ന തീവപ്പായിരുന്നു വാർത്തയായി വന്നത്. അന്ന് ശെൽവരാജ് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. ശെൽവരാജിനെതിരെ CPM പ്രവർത്തകരുടെ ഒരു ആക്രമണം എന്ന രൂപത്തിലാണ് അത് അന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത്. അതേപോലെ തന്നെയല്ലേ ഇത് എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് PV അൻവർ. PV അൻവർ പറയുന്നു, അദ്ദേഹം പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: സ്വന്തം വീട് സ്വയം കത്തിച്ചിട്ട് അത് CPIMൻ്റെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കിയ ഒരു MLA ഉണ്ടായിരുന്നു മുൻപ് കേരള നിയമസഭയിൽ. ഇന്ന് അദ്ദേഹം ex-MLA ആണ്. പിന്നീട് അദ്ദേഹം മത്സരിച്ചു, പരാജയപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം എവിടെയുണ്ട്? രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതിനുശേഷം പറയുന്നു, ആറ്റം ബോംബിട്ട കഥ മാധ്യമങ്ങളെ വിളിച്ചറിയിച്ച തിരക്കഥാകൃത്തുക്കളെ ചുമ്മാ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്ന് വെച്ചാൽ ഈ സംഭവം മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് KK രമ MLA ആണ് എന്നാണ് പറയുന്നത്. പിന്നീട് മാധ്യമങ്ങളിൽ KK രമ ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആ KK രമയെ ഓർമ്മിപ്പിക്കുകയാണ്, ശെൽവരാജിൻ്റെ രാഷ്ട്രീയ ഭാവി നിങ്ങൾ കണ്ടല്ലോ, അതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകുമെന്ന്. കാരണം ex-MLA ആയി വീട്ടിലിരിക്കേണ്ടി വരുമെന്ന് പറയുകയാണ് PV അൻവർ ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നിരവധി ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു സുപ്രധാനമായ ഒരു പോസ്റ്റ് CPIMൻ്റെ സൈബർ പോരാളിയായ സുധീർ ഇബ്രാഹിമിൻ്റെ ഒരു പോസ്റ്റാണ്. RMP നേതാവ് ഹരിഹരൻ്റെ വീടിന് നേർക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു, ചുറ്റുമതിൽ തട്ടി പൊട്ടിയത് കൊണ്ട് അപകടം ഒഴിവായി. വാർത്ത മുമ്പ് ഇതുപോലെ കേട്ടത്. നെയ്യാറ്റിൻകരയിൽ ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു. നേരത്തെ പറഞ്ഞ ശെൽവരാജ് MLAയുടെ നെയ്യാറ്റിൻകരയിൽ ശെൽവരാജിൻ്റെ വീട് കത്തിച്ചു. KPCC അംഗം ലീനയുടെ വീടിന് നേരെ ആക്രമണം. KPCC അംഗം ലീനയുടെ വീട് ആക്രമിച്ച സംഭവം തിരുവനന്തപുരത്തുണ്ടായ സംഭവമാണ്. ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ സന്ദർശിച്ച സംഭവമായിരുന്നു. അത് വലിയ വാർത്തയായി വരികയും ചെയ്തിരുന്നു.
പെരിങ്കടവിളയിൽ UDF വനിതാ സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ചു. അതും അന്ന് വലിയ വാർത്തയായിരുന്നു. പെരിങ്കടവിളയിൽ ഒരു UDF സ്ഥാനാർത്ഥിയുടെ മുടി മുറിച്ച വാർത്ത. പിന്നീട് അത് തെളിഞ്ഞു, അവർ തന്നെ മുറിച്ചതാണ് എന്നൊക്കെ പിന്നീട് അത് തെളിയുകയും ചെയ്തത്. ഇങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. സ്വന്തം ചെയ്ത് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് അത് താൽക്കാലികമായൊരു വിവാദമുണ്ടാക്കി അന്ന് ഉണ്ടായ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സംഭവങ്ങൾ എത്രയോ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് ഹരിഹരൻ്റെ പ്രസംഗം. കേരളം ചർച്ച ചെയ്തു. കേരളത്തെ അപമാനിക്കുന്ന പ്രസംഗമാണ്. ഇത്രമാത്രം അപമാനകരമായ ഒരു പ്രസംഗം അതും UDFന്റെ വേദിയിൽ നടത്താൻ പാടില്ല. പക്ഷേ ആ വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ച ശേഷം കയ്യടിയായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. അണികൾ കയ്യടിക്കുന്നു, സ്റ്റേജിലിരിക്കുന്നവർ ചിരിക്കുന്നു. അങ്ങനെ സ്റ്റേജിലിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും കയ്യടിച്ച് ചിരിച്ച് ആസ്വദിച്ച പ്രസംഗം. ആ പ്രസംഗത്തിലെ ഈ പരാമർശം പിന്നീട് മാധ്യമങ്ങളിൽ വാർത്തയായി വരികയും മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തപ്പോഴാണ് KS ഹരിഹരന് മനസ്സിലായത് ഞാൻ പറഞ്ഞതിൽ എന്തോ അനുചിതമായ കാര്യമുണ്ട് എന്ന്. അതിനുശേഷം നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം. എന്ന് വെച്ചാൽ ആ സമയത്ത് കയ്യടിച്ച് ചിരിച്ച, ആ സമയത്ത് കൈകൊട്ടി ചിരിച്ച കോൺഗ്രസിൻ്റെയും UDFന്റെയും അണികളും നേതാക്കളും, വേദിയിലിരിക്കുന്ന നേതാക്കളും പുറത്തിരിക്കുന്ന അണികളും, അവർക്ക് വേണ്ടി, ആ ചിരിച്ച അണികൾക്ക് വേണ്ടി നേതാക്കൾ മുഴുവൻ മാപ്പ് പറയണ്ടേ? KS ഹരിഹരൻ മാത്രം മാപ്പ് പറഞ്ഞാൽ മതിയോ? KK രമ വേദിയിലുണ്ടായിരിക്കുമല്ലോ. KK രമ അപ്പോൾ തന്നെ വിളിച്ച് നിങ്ങൾ പറഞ്ഞ് ശരിയല്ല, മാപ്പ് പറയണം എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ മാപ്പ് പറയാലോ. ആ പൊതുയോഗത്തിൽ തന്നെ KS ഹരിഹരന് ഖേദം പ്രകടിപ്പിക്കാമല്ലോ. എന്തുകൊണ്ട് പ്രകടിപ്പിച്ചില്ല? അപ്പോൾ അവർക്കത് തെറ്റായിരുന്നു എന്ന് തോന്നിയില്ല. ഈ പറഞ്ഞതിൽ ഒരു മോശം പദാവലിയാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെയാണ് കയ്യടിച്ച് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചത് KS ഹരിഹരനെ. KS ഹരിഹരൻ പ്രസംഗം മുഴുവനാക്കിയ ശേഷം പ്രസംഗിച്ച് ഇരുന്നപ്പോൾ അടുത്തിരിക്കുമ്പോൾ പറയാമല്ലോ നിങ്ങൾ പറഞ്ഞതിൽ വെച്ച് പെശകൊണ്ട് അത് തിരുത്തണമെന്ന്. ഒന്നും പറഞ്ഞില്ല. പൊതുയോഗം കഴിഞ്ഞ ശേഷമാണ്, മാധ്യമങ്ങളിൽ വാർത്ത ചെയ്യാൻ ശേഷമാണ് നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായത് KS ഹരിഹരൻ. അപ്പോഴും കൈകൊട്ടിച്ചിരിച്ച കോൺഗ്രസിൻ്റെയും UDFന്റെയും നേതാക്കൾ ഇതുവരെയും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. എല്ലാവരും KS ഹരിഹരനെ തള്ളിപ്പറഞ്ഞു. അത് ശരി, നല്ലത് തന്നെ, KS ഹരിഹരനെ തള്ളിപ്പറയേണ്ടതാണ്. പക്ഷെ സ്വന്തം കുറ്റം എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയരുകയും ചെയ്തിരുന്നു. അങ്ങനെ നാണക്കേട് കിടക്കുകയാണ്. കേരളം മുഴുവൻ പ്രതിഷേധിക്കുകയാണ്, RMPക്കെതിരെയും UDFനെതിരെയും. ആ പ്രതിഷേധം കത്തി നിൽക്കുമ്പോഴാണ് ഒരു ഏറുപടക്കം വന്ന് വീഴുന്നത് KS ഹരിഹരന്റെ വീടിന്റെ മുറ്റത്ത്. എന്നിട്ട് അത് എറിഞ്ഞത് CPM ആണ് എന്ന് വ്യാഖ്യാനിക്കാൻ നടത്തുന്ന ശ്രമങ്ങളും അതാണ്. അതിന്റെ ഗുണം ആർക്കാണ് ലഭിക്കുന്നത്? നേരത്തെ നടന്ന സംഭവം പിന്നോട്ട് പോവുകയും വീടാക്രമണം വലിയ സംഭവമായി മാറുകയും അത് ഉയർത്തിപ്പിടിച്ച് ഇതാ KS ഹരിഹരന്റെ വീട് ആക്രമിച്ചു, CPM ആണ് ആക്രമിച്ചത് എന്ന് പറഞ്ഞ് വാർത്ത നൽകുകയും ആദ്യത്തെ സംഭവം, ആ വൃത്തികെട്ട പ്രസംഗം മെല്ലെ പിറകോട്ട് മാറുകയും ചെയ്യും എന്നാണ് RMPയും UDF നേതാക്കളും ഒക്കെ കരുതിയത്. പക്ഷേ ഇത് കേരളമാണ് എന്ന് മനസ്സിലാക്കാൻ അവർ വൈകിയോ എന്ന സംശയമാണ് ഇതെല്ലാം കാണുമ്പോൾ തോന്നുന്നത്.